എന്താടി? അഡ്മിഷൻ കിട്ടി, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തന്നെ. എൻട്രൻസിന് നല്ല മാർക്ക് കിട്ടിയപ്പോഴേ ഞാൻ പറഞ്ഞില്ലേ ചേച്ചിക്ക് അഡ്മിഷൻ ശരിയാവുമെന്ന്. എന്റെ ഭഗവതി, ഈ കേട്ടതൊക്കെ നേരാണോ? ഒക്കെ കാവിലമ്മയുടെ അനുഗ്രഹ. അപ്പൂട്ടന്റെ അനുഗ്രഹമാണെന്ന് പറയുന്നേ. ഇന്നാണല്ലേ അമ്പിളിക്ക് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ. തിരക്കിനിടയിൽ ഞാനതങ്ങ് മറന്നു. മോളെ, അപ്പൂട്ടനോട് അനുഗ്രഹം വാങ്ങിക്കേ. അയ്യോ, എന്താ ഇതിനു മാത്രമുള്ള യോഗ്യതയൊന്നും അപ്പൂട്ടനില്ല. ഉണ്ട്, പ്രത്യേകിച്ച് അമ്പിളിയുടെ കാര്യത്തിൽ. നീ തന്നെ പറ മോളെ. ഓർമ്മയുണ്ടാവോ എന്തോ, ഇവിടുത്തെ അമ്മയുടെ 2ാം ആണ്ടിന് അന്നദാനവും പാവപ്പെട്ട കുട്ടികൾക്ക് പുതുവസ്ത്രവും ബുക്കും സ്ലേറ്റും പെൻസിലും ഒക്കെ വിതരണം ചെയ്ത ദിവസം. അന്ന് അവിടുത്തെ കൈകൊണ്ട് തന്ന സ്ലേറ്റില ഞാൻ ആദ്യാക്ഷരം കുറിച്ച് പഠിച്ചത്. ഇപ്പൊ എനിക്കൊരു 2ാം ജന്മം കൂടി. അതൊന്നും ഞാൻ ഓർക്കണില്ല. എന്തായാലും അമ്പിളി പഠിച്ച് വലിയ നിലയിലെത്തണം. എത്തും. പോയി വരട്ടെ സാർ. എന്താ വിളിച്ചത്? സാറെന്നോ? വേണ്ട, നാട്ടിലെല്ലാരും വിളിക്കുന്ന പോലെ അപ്പൂട്ടാന്ന് വിളിച്ചാ മതി. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ഓ, ആ മണിയാ, ഒരു 5000 രൂപ എടുത്തോണ്ട് വാ. അയ്യോ, ഇപ്പൊ വേണ്ട. അപ്പൂട്ടൻ തന്ന പണം കയ്യിലുണ്ട്. അത് ഇന്ന് കുറെ രാവുണ്ണിയായിട്ട് അടിച്ചു മാറ്റിയില്ലേ? അത് ഞാൻ ആടിനെ വിറ്റ് ചേർത്ത് വെച്ചിട്ടുണ്ട്. അതിന്റെയൊക്കെ വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഞാൻ പറഞ്ഞിട്ടില്ലേ എന്താവശ്യമുണ്ടല്ലോ എന്നോട് പറയണമെന്ന്. വാങ്ങിയേച്ചി, ഒരു വഴിക്ക് പോകുമ്പോ ആവശ്യത്തിന് പണം കരുതിയിരിക്കണം. ആ പിന്നെ അമ്പിളി, വലിയ പണക്കാരുടെ മക്കളൊക്കെ ആയിരിക്കും കൂടെ പഠിക്കുക. അവരുടെ പത്രാസിന് മുന്നില് പണമില്ലാന്ന് പറഞ്ഞ് ഒട്ടും താഴരുത്. പണം ആവശ്യമുള്ളപ്പോഴൊക്കെ അപ്പൂട്ടിന് എത്തിച്ചിരിക്കും. ആ പിന്നെ മറ്റൊരു കാര്യം, കോളേജിൽ വേറെ വല്ല പ്രശ്നങ്ങളുണ്ടെങ്കിൽ, അതായത് നമ്മൾ ഈ പത്രത്തിലൊക്കെ വായിക്കാറില്ലേ, പുതിയതായി ചെല്ലുന്ന കുട്ടികൾ ഉപദ്രവിക്കുക എന്നൊക്കെ, എന്താണ് മണിയാന് പറയാ? അത് റാങ്കിങ്. റാഗിങ്. ആ അത് തന്നെ. ഇനി അങ്ങനെ വല്ല ഉപദ്രവം ഉണ്ടെങ്കിൽ അതും അപ്പൂട്ടിനോട് പറയാൻ മടിക്കണ്ട. ശരിയാ, താമരക്കുളത്തും പരിസരത്തുമല്ലേ നമ്മൾ അടിയുണ്ടാക്കിയിട്ടുള്ളൂ. ടൗണിൽ വന്ന് അടിയുണ്ടാക്കാനുള്ള ഒരു അവസരം അമ്പിളി ഉണ്ടാക്കി തരണം. ഒന്ന് ചുമ്മാതിരിക്ക, വെറുതെ കുട്ടിയെ പേടിപ്പിക്കാതെ. അങ്ങനെയൊന്നുമല്ല, താമരക്കുളത്തെ കുട്ടിക്കൊരു നാഥനില്ല എന്നുള്ള പേടി വേണ്ടെന്ന് പറയായിരുന്നു. ഞങ്ങളൊക്കെ ഉണ്ട്. എന്നാ ആയിക്കോട്ടെ. ആ പിന്നെ നിങ്ങൾക്ക് കൂട്ടിന് മാധവേട്ടനെ സരോനി ചേച്ചി ഏർപ്പാടാക്കിയിട്ടുണ്ട്. അവരും ഒപ്പം ഉണ്ടാവും. ശരി. ഓ, കഷ്ടം അവരുടെ കാര്യം. സ്വന്തം മോളെ കോളേജിൽ ചേർക്കാനെങ്കിൽ അച്ഛൻ കൂടെ പോണ്ടതല്ലേ? ഓൻ പോവാണ്ടിരിക്കാന്നല്ലേ ഉള്ള കൂടെ പിടിച്ചടച്ചുണ്ടോ? ഓനെ അവരെ പേടിപ്പിച്ച് നിർത്തിയിരിക്ക. ശരിയാ, അമ്പിളിയുടെ മുഖത്ത് ആ പേടിയും വിഷമൊക്കെ ഉണ്ട്. ആദ്യമായിട്ടാ എന്റെ മോള് വീട് വിട്ട് നിൽക്കുന്നത്. അനിയത്തി പിരിഞ്ഞൊരു അന്തി അവൾക്ക് നിൽക്കാനാവില്ല. ഈ ഹോം സിക്നസ് ഒക്കെ 1-2 ദിവസം ഉണ്ടാവും. അത് കഴിഞ്ഞാ പിന്നെ അടിപൊളിയല്ലേ. ഇവളെ ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചിട്ട് പോവാ. സ്വന്തം അനുജത്തിയെ പോലെ നോക്കണം. അമ്മയ്ക്ക് ഒരു ടെൻഷനും വേണ്ട, ധൈര്യമായിട്ട് പൊയ്ക്കോ. അടുത്തവണ നിങ്ങൾ വരുമ്പോ അമ്പിളി ഒരു പുതിയ ആളായിരിക്കും. അമ്പിളി നന്നായി പഠിച്ചു മിടിക്കാവണം. എന്നാ പോട്ടെ മോളെ. വരട്ടെ. മാധവേട്ടാ, എന്താ അമ്പിളി? അമ്മയും അനിയത്തി മാത്രമേ ഉള്ളൂ. അച്ഛൻ? അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട, ഞങ്ങളൊക്കെ ഇല്ലേ ഇവിടെ. ഇതൊന്നും സ്വപ്നത്തിൽ പോലും ഞാൻ കരുതിയതല്ല. ആ വലിയ മനസ്സിന്റെ മുമ്പില് എന്താ പറയണ്ടെന്ന് എനിക്കറിയില്ല. മാധവേട്ടൻ പറയണം, നന്ദിയുണ്ട്. ഒരു വാക്കുകൊണ്ട് തീരണതല്ല അത്. ഞാൻ കത്തയക്കുന്നുണ്ട്. ഒരുപാട് ജോലി തിരക്കുള്ള ആളല്ലേ, എന്നാലും മറുപടി അയക്കാൻ പറയണം. പറയാം. സ്നേഹവും ബഹുമാനവും നിറഞ്ഞ ഇപ്പോഴും എന്ത് വിളിക്കണമെന്ന് എനിക്കറിയില്ല. ആ വ്യക്തിത്വവും സ്വഭാവ മഹിമയും എനിക്ക് മറക്കാനാവുന്നില്ല. മറക്കില്ല. കൂട്ടുകാരികളോടൊക്കെ ഞാൻ എന്റെ സ്പോൺസറെ പറ്റി പറഞ്ഞു. എല്ലാവരും വിശാലഹൃദയനായ ആ മനുഷ്യനെ കാണാൻ ആഗ്രഹിക്കുന്നു. കോളേജിൽ ഒന്ന് വരണം, ഉപേക്ഷ വിചാരിക്കരുത്. ക്ലാസ് തുടങ്ങി ഞാൻ നന്നായി പഠിക്കുന്നു. എന്നും ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പായി ആ രൂപം ഞാൻ മനസ്സിൽ ധ്യാനിക്കാറുണ്ട്. അതെനിക്ക് വല്ലാത്ത ആവേശവും പ്രോത്സാഹനവും നൽകുന്നു. അവിടുത്തെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ അമ്പിളിക്ക് കഴിയുമാറാകണേ എന്ന് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുമെന്ന് എനിക്കറിയാം. മറ്റു വിശേഷങ്ങളൊന്നുമില്ല. സ്നേഹപൂർവം അമ്പിളി. 46. എന്തോന്ന് 46? 46ാമത്തെ പ്രാവശ്യമാണ് അമ്പിളിയുടെ കത്ത് വായിക്കുന്നതെന്ന്. ഓരോ തവണ വായിക്കുമ്പോഴും അമ്പിളിയുടെ മനസ്സിലിരിപ്പ് അങ്ങനെ തെളിഞ്ഞെളിഞ്ഞു വരികയില്ലേ? കത്തിന്റെ തുടക്കം എങ്ങനെ മണിയെ? സ്നേഹവും ബഹുമാനവും നിറഞ്ഞ കുത്ത് കുത്ത് കുത്ത്. ഇപ്പോഴും എന്ത് വിളിക്കണമെന്ന് എനിക്കറിയില്ല. പിന്നെയും കുത്ത് കുത്ത് കുത്ത്. വല്ലതും പിടി കിട്ടിയോ? കിട്ടി.
ഈ കുത്തൂത്തിനകത്താണ് അമ്പിളിയുടെ ഹൃദയം തുറന്നു കിടക്കുന്നത്. അത് തന്നെയാണ് എന്റെ അഭിപ്രായം. അതൊന്നും ആയിരിക്കില്ല. രാവുണ്ണിയുടെ ഇടിയും കുത്തും കൊണ്ട് വളർന്നതല്ലേ. ആ കുത്തൊക്കെ അമ്പിളി കത്തിലിട്ടിരിക്കുക. ശരി, സമ്മതിച്ചു. ദിവസം ക്ലാസ്സിൽ പോകുന്നതിന് മുമ്പ് ആ രൂപം, അതായത് ആ കിടക്കുന്ന രൂപം മനസ്സിൽ ധ്യാനിക്കാറുണ്ടെന്ന് പറഞ്ഞു. അതിന്റെ അർത്ഥം എന്താന്ന് എനിക്ക് മനസ്സിലായില്ല. അന്ന് ഹോസ്റ്റലിൽ നിന്ന് പോരുമ്പോ അമ്പിളിയുടെ ഒരു രീതിയും ഭാവവും കണ്ടപ്പോഴേ ഞാൻ തീർച്ചപ്പെടുത്തിയതാ. ഇപ്പൊ കത്തും കൂടി വായിച്ചു കേട്ടപ്പോ ഉറപ്പായി അമ്പിളി അപ്പൂട്ടനെ സ്നേഹിക്കുന്നു. എന്താ പൂട്ടാ ഒന്നും മിണ്ടാത്തെ? എങ്ങനെ മിണ്ടാൻ? പുയ്യാപ്പളിന്റെ മനസ്സല്ലേ? ആ. അപ്പോഴേക്കും പുയ്യാപ്പളിന്റെ മനസ്സിനകത്തൊരു ചീറ്റല്. അപ്പോഴേക്കും പുയ്യാപ്പളന്റെ മനസ്സിനകത്തൊരു ചീറ്റല്. ആ മനസ്സിനകത്തൊരു ചീറ്റല്. ഛേ, എന്തൊക്കെയാണ് അവൾ എഴുതി പിടിപ്പിച്ചിരിക്കുന്നത്? അങ്ങനെ ഒരു ചിന്ത കുട്ടിക്ക് ഉണ്ടാവാൻ പാടില്ല. അത് തെറ്റാണ്. മുളയിലെ നുള്ളണം. ഒരു പുണ്യാളെ. അതെ, പെൺകുട്ടികൾക്ക് ചിലപ്പോൾ തെറ്റ് പറ്റിയെന്ന് വരും. അത് തിരുത്തേണ്ടതേ നമ്മൾ വലിയവരുടെ ചുമതലയാ. പ്രേമെന്നൊക്കെ പറഞ്ഞ എന്താ കുട്ടികളിയാ? നമ്മൾ നാളെ തന്നെ കോളേജിൽ പോകുന്നു. എന്തിനാടാ? അവളെ ഉപദേശിക്കണം. ഇപ്പോഴേ പ്രേമവും സ്നേഹവും ഒക്കെ തുടങ്ങിയ അമ്പിളിയുടെ പഠിത്തത്തെ ബാധിക്കില്ലേ? ഇപ്പൊ തന്നെ 15,000 രൂപ കഴിഞ്ഞു. ഇനി എത്രയാവുന്നൊരു നിശ്ചയമില്ല. അതിനിടയ്ക്കാ പ്രേമം. ഇതാ വെറുതെ കള്ളിന്റെ പുറത്ത് പറയാ. അല്ല, സ്വഭാവത്തോടെയാ. നാളെ നമ്മൾ അമ്പിളിയെ കാണാൻ പോകുന്നു. ഹലോ, എങ്ങോട്ടാ? ആരാ? ആരാണെന്ന്? അപ്പുട്ടൻ, താമരക്കുളം പഞ്ചായത്ത് മെമ്പർ. കേട്ടിട്ടില്ലേ? ഇല്ലല്ലോ. ആട്ടെ, സാറന്മാർക്ക് എന്താ വേണ്ടത്? അമ്പിളിനൊന്ന് കാണണം. ഇവനാണ് സർവ്വ ചെലവും കൊടുത്ത് അവളെ പഠിപ്പിക്കണേ. അതെ, ഇപ്പൊ തന്നെ രൂപ 15,000 ചില്ലുവാനും കൊടുത്തു കഴിഞ്ഞു. അമ്പിളി ഇപ്പൊ എവിടെയുള്ളത്? ആകാശത്തെങ്ങാനും പോയി തപ്പ്. ഇപ്പൊ അകത്തുവാൻ പറ്റില്ല. എന്തോ ആളാക്കിയതാണല്ലേ? നല്ല തണ്ടും തടിയുണ്ടല്ലോ. കേടാക്കണോ? അപ്പൊ ഒരുങ്ങി ഇറങ്ങിയിരിക്കും അല്ലേ? മര്യാദക്ക് പോയില്ലെങ്കിലേ തടി കേടാവും. പോയിക്കോ. നമ്മൾ ആരാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അമ്പിളിയെ കാണാൻ വന്നാൽ നമ്മൾ അമ്പിളിയെ കണ്ടിരിക്കുക. ഇതിനിടയ്ക്ക് ഇനി ആരെങ്കിലും തടയാനോ പിടിക്കാനോ വന്നാൽ നേരിടാൻ ഒരു ഉശിരി വേണ്ടേ മണിയാ? ആ, ഉശിരുണ്ടാക്കാനുള്ള നല്ല ഉശിരൻ സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. സോഡ. നവീഷ് ആ, മിക്സ് ചെയ്തിട്ടുണ്ടല്ലോ. പകുതി സോഡയ്ക്ക് പകുതി മറ്റവൻ. അന്ന് അമ്പിളിയും കൊണ്ട് മാധവട്ടം കോളേജിൽ വന്നതല്ലേ? എങ്ങോട്ടാ പോണ്ടേ? അതാ ഞാനും ആലോചിക്കുന്നത്. അന്ന് പ്രിൻസിപ്പളിന്റെ ആഫീസ് വരെ പോയതാ. പോയ വഴിക്ക് ഒരു പുളിവാകയും 2 ചീമ കൊന്നേഞ്ഞ അടയാളം നോക്കി വെച്ചതാ. അതിപ്പോ എവിടെ? വെറുതെ വേണ്ടട്ടോ. മര്യാദക്ക് പോയി അമ്പിളിയെ കണ്ടുപിടിക്കേ. കണ്ടുപിടിക്കാം. ഒരു പുളിവാകയും 2 ചീമ കൊന്നേ. എവിടെ? അതെ, നമുക്കും അന്വേഷിക്കാം, കാഴ്ചകളും കാണാം. വാടാ. ആ, ഹലോ, നമ്മൾ ഇങ്ങനെ എത്തി പതുങ്ങി നടന്നാൽ സൈറ്റ് അടിക്കാൻ വന്നാന്ന് വിചാരിക്കും. ഏതെങ്കിലും ക്ലാസ് മുറി കയറി ചോദിക്കാം. അത് വേണോ? വേണം. ചോദിച്ചാലെന്താ? തൂക്കിക്കൊല്ലൊന്നുമില്ലോ. വരുന്നടാ. See, pathogenesis of TIA. അമ്പിളി, Transient ischemic അമ്പിളി, attack. അമ്പിളി. അമ്പിളി, അമ്പിളി. അമ്പിളി, Hey, അമ്പിളി. who are you? What do you want? My name is അപ്പുട്ടൻ. Silence, please. നിങ്ങൾക്ക് എന്താ വേണ്ടത്? സാർ, ഞാൻ അപ്പൂട്ടൻ. ഞാനാണ് പണം മുടക്കി അമ്പിളിയെ പഠിപ്പിക്കുന്നതെന്ന് പലരും പറഞ്ഞ് സാറ് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. അമ്പിളിക്ക് മാനസികമായി ചില പ്രശ്നങ്ങളുണ്ട്. ഒന്ന് ഉപദേശിക്കാനാ വന്നത്. ഇത് ക്ലാസ് റൂം ആണ്. ഡിസ്റ്റർബ് ചെയ്യരുത്. പ്ലീസ് ക്ലിയർ ഔട്ട്. നീ പറഞ്ഞ് ക്ലിയർ ആയിട്ടില്ലാണ് മൂപ്പര് പറയണേ. I say you get out. അതിന് സാറത്തിന് ചൂടാവുന്ന കാര്യം പറഞ്ഞാ പോരെ? സാറ് പെമ്പറേറ്റായിട്ട് വീട്ടിൽ നിന്ന് വഴിക്കിട്ട വന്നല്ലേ? Get out. പോവാം. അമ്പിളി ഇവിടെ ഇല്ല. Nonsense. പോയി പ്രിൻസിപ്പലിനോട് പറഞ്ഞേക്കൂ. ഈ കോളേജ് വാദ്യമാരൊക്കെ വലിയ മാന്യമാരാണ് വിചാരിച്ചത്. ഇനി വാദ്യാരന്മാരോടൊന്നും ചോദിച്ചിട്ട് കാര്യമില്ല. അമ്പിളിന്ന് പേരെടുത്ത് ഉറക്കെ വിളിച്ച് അന്വേഷിക്കാം. അമ്പിളി വിളി കേൾക്കും, ഇറങ്ങി വരും. ആ, അത് നല്ലൊരു ഐഡിയ. എന്നാൽ ഇക്കായും പക്കത്തിന് ഈ വഴിക്ക് വയ്ക്കോ, ഞങ്ങൾ ആ വഴിക്ക് നീങ്ങാം. അമ്പിളി, അമ്പിളി. താമരക്കുളത്ത് അമ്പിളിയുടെ ക്ലാസ് ഏതാ? താമരക്കുളത്ത് അമ്പിളിയോ? ആ, നമ്മുടെ കള്ളുടിയ രാവുണ്ണിയുടെ മോൾ അമ്പിളി. ഏതിയറ? അപ്പൊ അങ്ങനൊന്നുമില്ല. ഇരുനിറത്തിലുള്ള പെങ്കൊച്ച്. ആ ലാബിൽ കാണും. ലാബോ? അതെവിടെ ആയിരിക്കും? സാർ, 4-5 പേര് ഗുണ്ടകളാണെന്ന് തോന്നുന്നു. ക്ലാസ്സുകളിൽ കഴിവ് ശല്യം ഉണ്ടാക്കുന്നു. വാട്ട്? സെക്യൂരിറ്റി വിളിക്കേ. അമ്പിളി, 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 അമ്പിളി. അമ്പിളി. ഓർത്തോ? എന്തോ മറന്നത് ഓർമ്മിപ്പിക്കാനുള്ള മണിയാ ഈ ബോർഡ്. നമ്മൾ എന്തെങ്കിലും മറന്നോ? അയ്യോ അല്ല, ഏ? ഇവിടെയാണ് മനുഷ്യർക്ക് ഓർമ്മശക്തി ഉണ്ടാകാനുള്ള ചികിത്സ നടത്തുന്നത്. ഓഹോ, അങ്ങനെയാണോ? ആ, ഓർമ്മശക്തി ഉണ്ടാകാനുള്ള ചികിത്സയ്ക്ക് ഓർത്തോ,
കേൾവി ശക്തി ഉണ്ടാക്കാനുള്ളത് കേട്ടോ, കാഴ്ച ശക്തി ഉണ്ടാക്കാനുള്ളത് കണ്ടോ, ഇനി ആഹാരത്തിന് ആർത്തി കൂട്ടാനാണെങ്കിൽ അത് ആർത്തോ. ഓ എന്തെല്ലാം സൈസ് ചികിത്സകളാണല്ലേ. പിന്നെ അമ്പിളി 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 ഈ താമരക്കുളത്തെ അമ്മയോ അമ്പിളി ഡാക്ടറെ, അമ്പിളി ഡാക്ടറെ കണ്ടായിരുന്നു. ഓടോ അവിടുന്ന്. ഡോക്ടറെ അമ്പിളി അപ്പൂട്ടനെയാണോടാ ഓടിക്കുന്നത്? മണിയ അടിച്ച നിരത്ത തുടങ്ങിക്കോ. അമ്പിളി, നിന്റെ നാട്ടുകാരാൻ തോന്നുന്നു. അമ്പിളിന്ന് വിളിച്ചോണ്ട് ക്ലാസ്സിലൊക്കെ കയറി ബഹളം ഉണ്ടാക്കി. കൊമ്പം മീശ വെച്ച നല്ല നീളമുള്ള ഒരാള് സെക്യൂരിറ്റിക്കാരെ കടിച്ചു ചുരുട്ടി. വളരെ പ്രയാസപ്പെട്ട് 3-4 പേരെ പിടിച്ചു. ഇനി ഒരാളെ കൂടെ കിട്ടാനുണ്ട്. അമ്പിളി എന്താ കുട്ടി, ഇവരെയൊക്കെ അറിയോ? എന്റെ നാട്ടുകാരാണ് സാർ. ഇത് അപ്പൂട്ടൻ, എന്റെ സ്പോൺസറാ. ഓ, ഞാൻ മണിയൻ. ഞാൻ വക്കച്ചായി. ഞാൻ കുഞ്ഞാമൂട്ടി. സാറിന് വേണമെങ്കിൽ ആമൂട്ടിക്കാന്ന് വിളിക്കാം. ഓ ഐ സി. സർ, ലാബിൽ നിന്ന് ഡെഡ് ബോഡി പോസ്റ്റ്മോർട്ടം ടേബിളിലേക്ക് എടുത്തോളൂ. അപ്പൊ നിങ്ങളാണ് അമ്പലയുടെ സ്പോൺസർ? അതെ സർ. ഇതുവരെ 15,000 ഒരു മാനേഴ്സ് വേണ്ടേ? ഇങ്ങനെയാണോ സ്റ്റുഡന്റിനെ അന്വേഷിച്ച് വരുന്നത്? കോളേജിൽ വരുമ്പോ ചില ഡിസിപ്ലിൻ ഒക്കെ പാലിക്കണമെന്ന് അറിയില്ലേ? ഇവര് കാരണം മൊത്തം ക്ലാസ് ഡിസ്റ്റർബ് ആയി സർ. എന്താ പോലീസിനെ ഏൽപ്പിക്കട്ടെ? അരുത് സാർ, പാവങ്ങളാ, അറിയാഞ്ഞിട്ടാ. ഒരു തവണത്തേക്ക് മാപ്പ് കൊടുക്കണം സാർ. മേലിൽ ആവർത്തിക്കരുത്. യു കെൻ ഗോ. സാർ, ഞങ്ങളോടൊപ്പം വന്ന് മാധവേട്ടനെ കാണാനില്ലേ സാർ? ഓ, ഇനി ഒരു മിസ്സിംഗ് കേസ് കൂടി ഉണ്ടോ? എവിടെയെങ്കിലും കാണും. വിളിച്ചോണ്ട് പോയിക്കോളണം. നോൺസെൻസ്. സാർ, ഒരു ഡെഡ് ബോഡി കിടന്നിടത്ത് ഇപ്പോ 2 ഡെഡ് ബോഡി കിടക്കുന്നു. എങ്കിലൊന്നും മാധവേട്ടൻ തന്നെ. കഷ്ടമായിട്ടോ. നിങ്ങളെ കുറിച്ച് എന്തൊക്കെയാ ഞാനിവിടെ പറഞ്ഞു വെച്ചിരുന്നത്. ഒക്കെ കളഞ്ഞു കുളിച്ചില്ലേ. ഇങ്ങനെയാ എന്റെ സ്പോൺസറിനെ കാണാൻ വരുന്നത്. നമ്മൾ അതല്ല ആലോചിക്കണേ. സരോജിനി ഭാഗ്യം ചെയ്തോളാണേ. അല്ലെങ്കിൽ ഇപ്പൊ അഹന്റെ മേത്ത് അവന്മാർ കത്തി കയറ്റൂലായിരുന്നോ? ഇനി എന്നെ കാണാൻ വരുമ്പോ നേരെ റിസപ്ഷനിൽ വരണം. അല്ലെങ്കിൽ വേണ്ട, ഹോസ്റ്റലിൽ വന്നാ മതി. നിങ്ങളെയൊക്കെ കാണുന്നത് എനിക്ക് എന്ത് ഇഷ്ടമാണെന്ന്. വസ്ത്രങ്ങളൊക്കെ മുഷിഞ്ഞില്ലേ? ഇനി എന്താ ചെയ്യാ? ഞങ്ങൾക്കതൊന്നും പുത്തരിയല്ല. ഏതായാലും എന്റെ സ്പോൺസറെ ഈ വേഷത്തിൽ ആർക്കും പരിചയപ്പെടുത്തുന്നില്ല. ഞങ്ങള് വന്നത് അല്ല, അവൻ എന്തെങ്കിലും സംസാരിക്കാനുണ്ടാവും. നിങ്ങൾ വന്നേ. നിങ്ങളെങ്ങോട്ടാ? നിങ്ങൾ സംസാരിച്ചേ? എനിക്ക് വേണ്ടി എന്തൊക്കെ ബുദ്ധിമുട്ടുകളാ സഹിക്കുന്നത്. ഏയ് അതൊന്നും സാരമില്ല. പിന്നെ ഞാൻ വന്നത് എന്തിനാണെന്നറിയോ? എന്തിനാ? ഉപദേശിക്കാൻ. കത്ത് കിട്ടി, വായിച്ചു. ഞാൻ എന്തെങ്കിലും തെറ്റായി? അതുകൊണ്ട് അമ്പിളി ഒന്ന് ഉപദേശിക്കാന്ന് വെച്ചത്. എനിക്കൊന്നേ പറയാനുള്ളൂ, എല്ലാത്തിനോടും സമയമുണ്ട്. സമയാവട്ടെ. എന്താ ഉദ്ദേശിക്കുന്നത്? അല്ല, ഈ പ്രായത്തിൽ പെൺകുട്ടികളുടെ മനസ്സിൽ പല ചിന്തകളും കടന്നു വരും. ഈ പാവക ചിന്തകളൊന്നും വേണ്ട, പഠിപ്പിൽ മാത്രം മതി ശ്രദ്ധ. അറിയാം. പറയണ പോലെ അനുസരിക്കാം, പ്രവർത്തിക്കാം. ഞാൻ പഠിക്കാം, നന്നായി പഠിക്കും. പോരെ? മതി, ഞാൻ പോട്ടെ. പിന്നെ ഒരു കാര്യം, ഈ കോലത്തിൽ പോണ്ട. പോണ വഴിക്ക് ഒരു ഷർട്ടും മുണ്ടും വാങ്ങിയിടണം. ഇങ്ങനെ പോയാ എനിക്ക് വിഷമാവും.
അമ്മേ, അമ്പിളിയെ കോളേജിൽ പോയി കണ്ടത് മോശമായി പോയോ? ഞാൻ എന്താ ചെയ്യ? ഇത്രയും പോന്ന ആ പെണ്ണിന് എന്നോട് പ്രേമമാണെന്ന്. അമ്മയ്ക്ക് ഇതൊക്കെ ഒരു തമാശയാ. ഞാൻ കാര്യമായിട്ടാ പറയണത്. ഇങ്ങനെയുള്ള കുട്ടികളെ സൂക്ഷിക്കേണ്ടത്. ആദ്യം കത്താവും, മറുപടി കിട്ടിയില്ലെങ്കിൽ മനപ്രയാസം, ഒടുവില് നിയന്ത്രണവും വിടും. അത് പാടില്ല എന്ന് പറയാനാ ഞാൻ പോയത്. അവള് പഠിക്കട്ടെ. ഇപ്പൊ മറ്റ് ചിന്തകളൊന്നും വേണ്ട, അല്ലേ അമ്മേ? ദേ അമ്മ ചിരിക്കണു. അപ്പൊ അത് തന്നെ ശരി. എന്നാ പിന്നെ ഗുഡ് നൈറ്റ്. അമ്മ വല്ലതും പറഞ്ഞോ? പറഞ്ഞു. ഇടയ്ക്കിടയ്ക്ക് അവളെ പോയി കാണണമെന്നോ? എനിക്കങ്ങനെ കാണണമെന്നൊന്നുമില്ല. അമ്മയ്ക്ക് നിർബന്ധമാണെങ്കിൽ ഞാൻ പോവാം, കണ്ടേക്കാം. ഉത്തരവാദിത്തമുള്ള ആളായി പോയില്ലേ? ഷോ. എവിടേക്കാ അപ്പോട്ടെ രാവിലെ തന്നെ? ടൗണിലൊന്ന് പോണം. 100 കൂട്ടം കാര്യങ്ങളുണ്ടേ. നാട്ടുകാരുടെ കാര്യം മാത്രം നോക്കിയാ പോരാട്ടോ. ആ അമ്പിളിയുടെ വിവരം വല്ലതുണ്ടോ? ഇല്ല. എന്തേ? അല്ല, കത്തൊന്നും അയച്ചില്ലേ അവള്? ഇല്ലല്ലോ കുഞ്ഞുലക്ഷ്മി അമ്മേ. ആ, നിനക്ക് അയക്കാൻ മടിയുണ്ടാവും, വീട്ടിൽ അയച്ചിട്ടുണ്ടാവും. ദാ ഇപ്പൊ പറഞ്ഞ് നാവ് എടുത്തതേ ഉള്ളൂ. സരസ്വതിക്ക് 100 ആയസാ. അമ്പിളിയുടെ കത്ത് വന്നിരുന്നു. ഞങ്ങളിപ്പൊ ആ കാര്യം പറഞ്ഞേ ഉള്ളൂ. ആ, നിങ്ങൾ സംസാരിക്കേ. സരസ്വതി ചേച്ചിരിക്കെ. വേണ്ട, കോളേജിൽ പോയി എഴുതിയിരുന്നു. നന്നായി. അന്വേഷിക്കാൻ ഒരാളുണ്ടെന്ന തോന്നലുണ്ടാവും. വേറെ എന്നെ കുറിച്ച് വല്ലതും? അപ്പൂട്ടിനെ കുറിച്ച് നല്ലതേ അവൾക്ക് പറയാനുള്ളൂ. മുഴുവൻ അപ്പൂട്ടിനെ കുറിച്ച് തന്നെയാ. പിന്നെ എന്താ ചേച്ചി? ചോദിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, എന്നാലും പറഞ്ഞോളൂ. കുറച്ച് പണം വേണാത്രേ. പുസ്തകം കുറെ മേടിക്കണമെന്ന്. അതിനെന്താ, ഞാൻ പറഞ്ഞിട്ടില്ലേ, എത്ര ആവശ്യം വെച്ചാ പറയാം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചോദിക്കണ്ട. അമ്പിളിക്കത് വിഷമമാവും. കുറച്ച് തുക ഞാൻ സരസ്വതി ചേച്ചി ഏൽപ്പിക്കാം. വേണ്ട, ഞാനത് വീട്ടിൽ കൊണ്ടുപോയാ അറിയാലോ അവിടുത്തെ കാര്യം. അമ്പിളി ഏൽപ്പിച്ചാ അവൾ അത് ബാങ്കിലിട്ടോളും. എന്നാൽ അങ്ങനെ ചെയ്യാം. മണി ഓർഡർ അയച്ചാ മതി. അതൊന്നും വേണ്ട. ഇക്കാലത്ത് മണി ഓർഡർ ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല. ശങ്കരനെ അയച്ചാൽ ഗോവിന്ദനാവും കിട്ടുക. ഞാൻ തന്നെ കൊണ്ടു കൊടുക്കാം. അപ്പൂട്ടിന് അത് ബുദ്ധിമുട്ടാവില്ലേ? മണിയനെ വക്കച്ചനെ അയച്ചാ മതി. ഏയ്, ഒരു ബുദ്ധിമുട്ടുമില്ല. ഞാൻ തന്നെ എത്തിക്കാം. പോരെ? എന്നാ പോട്ടെ. വീട്ടിലെല്ലാവർക്കും സുഖാണെന്ന് പറയണം. എന്റെ അമ്പിളിക്കുട്ടി, നീ ഇങ്ങനെ അമ്പിളി പൊന്നമ്പിളി ആയിരുന്ന അവന്മാര് തലേ കയറും. എന്റെ അടുത്ത് ആരെങ്കിലും നമ്പർ ഇറക്കുന്നുണ്ടോ? നിനക്ക് ചങ്കൂറ്റുണ്ടടി. അതുപോലാണോ ഈ മാടപ്രാവ്? ഫസ്റ്റ് റൗണ്ടിൽ തന്നെ ഇവളൊരു പാവമാണെന്ന് സീനിയർ സ്റ്റുഡൻസിന് മനസ്സിലായി. അതാ കുഴപ്പം. എന്നാ ഈ മാടപ്രാവിനെ കഴുകന്മാരിൽ നിന്ന് ഞാൻ രക്ഷിച്ചോളാം. അമ്പിളിക്ക് ഒരു ഗസ്റ്റ് ഉണ്ട്. ആ, അപ്പൊ മാടപ്രാവാള് മോശമല്ല. എന്താ അമ്പിളി? ഏയ്, ഒന്നുമില്ല. ആ മോളെ, പഠിത്തമൊക്കെ എങ്ങനെയുണ്ട്? ആ, നന്നായിട്ട് പഠിക്കണം മോള്. പഠിച്ച് വലിയ നിലയിലെത്തണം. അച്ഛനെന്താ ഇങ്ങോട്ട്? ആ, എന്താ എനിക്കിവിടെ വരാൻ പാടില്ലേ? എന്റെ മോളെ ഒന്ന് കാണണമെന്ന് തോന്നി വന്നു. അച്ഛാ, കുടിച്ചിട്ടിവിടെ? ഇപ്പൊ കുടിച്ചിട്ടില്ല, പക്ഷെ കുടിക്കണം. ഒരാളെ ഒന്ന് സൽക്കരിക്കാനുണ്ട്. ഞാൻ ഈ കഷ്ടപ്പെടുന്നതൊക്കെ നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ടാടി. നിന്റെ കാശ് വല്ലതും ഉണ്ടോ? ഇല്ല. ഇല്ലേ? എന്തിനാടി സ്വന്തം അച്ഛനോട് കള്ളം പറയുന്നത്? അച്ഛാ, ഇത് ഹോസ്റ്റലാ. രാവുണ്ണിക്ക് എല്ലാം ഒരുപോലെ. കാശ് വല്ലതും ഉണ്ടെങ്കിൽ എടുക്കണേ, വെറുതെ എന്നെ വെറു പിടിപ്പിക്കാതെ. ഇല്ല എന്ന് പറഞ്ഞില്ലേ? ആഹാ, നിനക്ക് അത്രയ്ക്ക് ധൈര്യമായോ? നിന്റെ കയ്യിലൊന്നും ഇല്ല അല്ലേ? അമ്മ പഠിപ്പിച്ചു തന്ന വിദ്യയായിരിക്കും. നീ ഒന്നും ഒരിക്കലും നന്നാവില്ലടി. രാവുണ്ണിയെ മണ്ടനാക്കാൻ നോക്കിയാവുണ്ടല്ലോ, അറിയാവല്ലോ തന്നെ. അത് ഞാൻ തരില്ല. അമ്മ അധ്വാനിച്ചുണ്ടാക്കിയ മാലയും കമ്മലുവാ. അത് വിറ്റ് അച്ഛൻ കള്ളു കുടിക്കണ്ട. മാറിപ്പോയി അവിടുന്ന്. അമ്മ കഷ്ടപ്പെട്ട ആ കുട്ടിയുടെ പേഴ്സ, അതങ്ങ് കൊടുത്തേക്ക്. മനസ്സിലാ രൗണിയേട്ടാ, വെറുതെ ഒച്ച വെച്ച് അമ്പിളിയെ നാറ്റിക്കരുത്. ആ കുട്ടി സമാധാനമായിട്ട് ഇവിടെ നിന്ന് പഠിച്ചോട്ടെ.
നീ ആരാടാ ചെത്തെ അവളെ പഠിപ്പിക്കാനും വളർത്താനും ഒക്കെ രാവുണ്ണിക്കറിയാം. ഞാൻ അവളുടെ അച്ഛനാ. കേട്ടില്ലേ, ആ കുട്ടിയുടെ അച്ഛനാണെന്ന്. നിങ്ങൾക്കൊക്കെ അച്ഛന്മാരുണ്ടല്ലോ. സ്വന്തം മകളുടെ പേഴ്സ് തട്ടിപ്പറിക്കുന്ന അച്ഛനെ പറ്റി കേട്ടിട്ടുണ്ടോ? ഉണ്ടാവില്ല. എന്നതാ കണ്ടോളൂ. കള്ളു കുടിക്കാൻ സ്വന്തം, ഞാൻ പറയണില്ല, അന്തസ്സില്ലാത്ത ആ പേഴ്സ് കൊടുക്കണോ? എടാ, വേണമെങ്കിൽ ഞാൻ ഇവിടെ ഇപ്പൊ വിളിച്ചോണ്ട് പോകും. കാരണം അവനൊക്കെ കഴിയില്ല രാവുണ്ണിയേട്ടാ. അപ്പൂട്ടൻ ജീവിച്ചിരിക്കുമ്പോൾ നടക്കില്ല. നിങ്ങൾ അവിടെ തൊടില്ല. നേരത്തെ എന്റെ മോടെ കാര്യം തീരുമാനിക്കുന്നത് നീയാണോടാ? നീയാണോന്ന്? ഇയാള് വലിയ ദാതയാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കൊല്ലാണല്ലോ. തിരിച്ചു തല്ലാൻ അറിയാഞ്ഞിട്ടല്ല, അമ്പിളിയുടെ അച്ഛനായി പോയി. പിന്നെ ഇവിടെ ചില മര്യാദകളൊക്കെ പാലിക്കണമെന്ന് അമ്പിളി പറഞ്ഞിട്ടുമുണ്ട്. അപ്പൂട്ടൻ നനഞ്ഞിറങ്ങിയ കുളിച്ചേ കയറൂ. ചെറ്റ എന്നെ അപ്പൂട്ടനാക്കരുത്. ആ പേഴ്സൺ കൊടുക്കണോ? ഇല്ലടാ, നിന്റെ ചെലവിൽ അവളിന് പഠിക്കണ്ട. പാടി ഇങ്ങോട്ട്. ഒരച്ഛൻ, നിങ്ങൾ എനിക്ക് ആരുമല്ല. എന്നിൽ നിങ്ങൾക്ക് ഒരു അവകാശമില്ല. ഈ പട്ടി നിന്റെ ആരടി? എന്റെ ദൈവമാണ്. എനിക്കെല്ലാം എല്ലാമാണ്. എന്റെ ദൈവമാണ്. എനിക്കെല്ലാം എല്ലാമാണ്. എന്റെ ദൈവമാണ്. എനിക്കെല്ലാം എല്ലാമാണ്. അപ്പൂട്ടാ, അപ്പൂട്ടാ, അപ്പൂട്ടോ, അപ്പൂട്ടാ, അപ്പൂട്ടാ, അപ്പൂ, അപ്പൂട്ടാ, അപ്പൂട്ടാ. ആരാ? ഞാനാ രാമൻകുട്ടി. ഓ, രാമൻകുട്ടി. ആ. എന്താടാ ഈ നേരത്ത്? അപ്പൂട്ടാ, ഒരു ഉഗ്രൻ കേസ്. പായിപ്രയല്ല സാവിത്രി. 5 അടി 4 ഇഞ്ച് പൊക്കം, 50 കിലോ തൂക്കം, പൊന്നിന്റെ നിറം, ശുദ്ധജാതകം, സുന്ദരി, തറവാട്. മതി. എനിക്ക് നീ ഇനി പെണ്ണ് അന്വേഷിക്കണ്ടടാ. നാളെ നിന്നെ കൊണ്ട് പെണ്ണ് കാണാൻ ചെല്ലാമെന്ന് ഞാൻ ഏറ്റിരിക്കുക. ഞാൻ വരണില്ല. എനിക്കിനി പെണ്ണ് കാണണ്ട. ഞാനൊരു പെണ്ണിനെ കണ്ടുവച്ചിട്ടുണ്ട്. എനിക്കത് മതി. അയ്യോ, ഞാൻ വഴിയാധാരമായി. എന്താണ് രാമൻകുട്ടി ഇത്? അപ്പൂട്ടാ, സത്യം പറയാലോ, അപ്പൂട്ടന് പെണ്ണന്വേഷിച്ച് കിട്ടുന്ന കാശ് കൊണ്ടാ എന്റെ കുടുംബം കഴിയണത്. ഇനി എറ്റയ്ക്ക് നീ വിഷമിക്കണ്ടടാ. നീ എന്റെ കൂടെ കുടിക്കോ? ഏതാ അപ്പൂട്ടാ പെണ്ണ്? അതിപ്പ പറയില്ല. കിട്ടിയടാ, അപ്പൂട്ടനൊരു പെണ്ണ് കിട്ടിയടാ. അപ്പൂട്ടന് പെണ്ണ് കിട്ടിയേ. അപ്പൂട്ടന് കല്യാണം. അപ്പൂട്ടന്റെ കല്യാണം. അപ്പൂട്ടന്റെ കല്യാണം. അപ്പൂട്ടന്റെ കല്യാണം. അപ്പൂട്ടാ, അപ്പൂട്ടാ, ഇന്നലെ ഞങ്ങളുടെ ആദ്യ രാത്രിയായിരുന്നു. കല്യാണം പൊടി പൊടിച്ചടാ. നിങ്ങളോടൊക്കെ എങ്ങനെയാ നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഇനി മധുവിധുവ, അതും അടിപൊളിയാക്കണം. അവൾക്ക് കാശ്മീരിലേക്ക് പോണെന്നാ. ആയിക്കോട്ടെ, 2 ടിക്കറ്റ് ബുക്ക് ചെയ്തേക്കണേ. ആ, പെട്ടെന്ന് വേണം. അങ്ങനെ രാജി രാമനും കല്യാണം കഴിഞ്ഞോ? ഒരുമാതിരി പോക്കരത്തിനെ കാണിച്ചാലുണ്ടല്ലോ. ഞങ്ങൾ അറിയാതെ നീ പെണ്ണ് കിട്ടുമല്ലേടാ. ഇപ്പൊ നീ സൂഹിക്കണ്ട. അപ്പൊ ഞാൻ കണ്ടത് സ്വപ്നമായിരുന്നോ? നീ നമ്മളെ വല്ലാതെ പേടിപ്പിച്ചാണല്ലോ. ആട്ടെ, നീ ഇന്നലെ എവിടേക്കാ പോയത്? മാധവേട്ടാ, മണിയാ, കത്ത് വായിച്ച് നിങ്ങൾ ഊഹിച്ചതൊക്കെ സത്യ. അവൾക്ക് എന്നോട് സ്നേഹമാ. അമ്പിളിക്കോ? അപ്പൊ നീ ഇന്നലെയും കോളേജിൽ പോയോ? അവളെന്റെ മുഖത്ത് നോക്കി പറഞ്ഞെന്താന്നറിയോ? ഞാൻ അവൾക്ക് എല്ലാം എല്ലാമാണെന്ന്, ദൈവമാണെന്ന്. പെണ്ണും ചെറുക്കനും തമ്മി ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് വിവാഹം ഇനി നീട്ടിക്കൊണ്ട് പോണ്ടെന്നാണ് എന്റെ അഭിപ്രായം. അതെങ്ങനെ? പെണ്ണ് പഠിച്ചോണ്ടിരിക്കുകയല്ലേ. വിവാഹം കഴിഞ്ഞാ പിന്നെ ഗർഭമായി, പേരായി. അതൊക്കെ ഒരു വഴിക്ക് നടക്കും. പഠിത്തം വേറൊരു വഴിക്കും പോവും. എന്താ പൊട്ട നിനക്കൊരു വല്ലായ്മ? ആ രാവണി സമ്മതിക്കില്ലാന്ന് വെച്ചിട്ടാ അയാളോട് പോകാൻ പറഞ്ഞ ഈ കേസ് ഞങ്ങക്ക് വിട്ടതാ. ഒന്നും മിണ്ടായിരിക്കടാ. ഗൗരവമായ ഒരു കാര്യം ആലോചിക്കുമ്പോഴാ. ഒരാശുപത്രി തുടങ്ങാൻ എന്ത് ചെലവാകും? ഒരു ചായക്കട തുടങ്ങാൻ എന്ത് ചെലവരും ചോദിച്ചാൽ കൃത്യമായി ഞാൻ പറയാം. എന്തിനാ ഇപ്പൊ ഒരു ആശുപത്രി വേണം? താമരക്കുളത്തൊരു ആശുപത്രി വേണം. നമ്മുടെ മേലാമുറിയിലെ കെട്ടിടം ഒന്ന് പുതുക്കിയെടുത്താൽ മതിയില്ലേ? ശരി, ഇന്ന് കുടിച്ച കളിരിട്ടോ ആശുപത്രി ആണെങ്കിൽ ആശുപത്രിക്ക് നല്ലൊരു പേര് വേണമല്ലോ.
ഞാൻ ഒരു പേര് പറയാം, അപ്പൂട്ടൻ മെമ്മോറിയം ആശുപത്രി. മരിച്ചതിന് വലിയ മെമ്മോറിയം വെക്കണ അപ്പുട്ടന്റെ അടിപൊളി എന്നാ അപ്പൂട്ടൻ വക ആസ്പത്രി നാക്കാം. ഏയ് അതിനൊരു ചന്തമില്ല. അപ്പുക്കുട്ടൻസ് ക്ലിനിക് കൊള്ളാം. അപ്പൊ ഡോക്ടറോ? ഡോക്ടർ അമ്പിളി. 5 കൊല്ലം കൂടി കഴിയുമ്പോ അമ്പിളി ഡോക്ടറായി താമരക്കുളത്തെത്തും. അപ്പോഴേ അപ്പൂട്ടൻ കാര്യങ്ങൾ തുറന്നു പറയൂ. പഠിത്തത്തെ ബാധിക്കരുതല്ലോ. ഇപ്പൊ എനിക്ക് 30 വയസ്സ്, അമ്പിളിക്ക് 20. 5 കൊല്ലം കൂടി കഴിയുമ്പോ എനിക്ക് 35, അമ്പിളിക്ക് 25. 10 വയസ്സിന്റെ വ്യത്യാസമുണ്ട്. അത് കുഴപ്പമില്ലല്ലേ? അതിന് സ്ത്രീ ദീർഘ പൊരുത്തം പറയും, നല്ലതാ. ഇന്ന് വരെ താമരക്കുളം കണ്ടിട്ടില്ലാത്ത തരത്തിലൊരു കല്യാണം. നാടടക്കി വിളിച്ച് സത്യ. പിന്നെ സംഗീത കച്ചേരിയും. യേശുവാസ് തന്നെ ആയിക്കോട്ടെ. ഇതൊക്കെ കാണുമ്പോ അച്യുതൻ നമ്പ്യാരുടെ ഒരു ഹാലിടക്കുവേ. രസമായിരിക്കലടാ. കണ്ടില്ലേ പോത്തന്മാര് കള്ളും കുടിച്ച് കിടന്നുറങ്ങണത്. അമ്പിളി, ഇതൊക്കെ ഒരു യോഗ അല്ലേ? അല്ലെങ്കിൽ 49 ആലോചനകൾ മുടങ്ങുമോ? അപ്പൂട്ടൻ ഇതൊന്നും മോഹിച്ചല്ല അമ്പിളിയെ പഠിപ്പിക്കാൻ തുടങ്ങിയത്. എന്റെ കുറവുകളൊക്കെ മനസ്സിലാക്കി ഞാൻ എല്ലാമാണെന്ന് അമ്പിളി പറഞ്ഞപ്പോ അപ്പൂട്ടൻ സ്നേഹിച്ചു പോയതാ. ഓരോ വർഷം കഴിയുമ്പോഴും ഞാൻ അമ്പിളിക്ക് വേണ്ടി ഓരോ സമ്മാനങ്ങൾ വാങ്ങിവെക്കും. അമ്പിളിയുടെ ഇഷ്ടം എന്താണെന്ന് എനിക്കറിയില്ല. വില കൂടിയ വാച്ച്, പാലക്കാ മാല, അഡ്ഡിയില്, ദേഹം മുഴുവൻ പൊന്നുകൊണ്ട് നിറയ്ക്കും, കണ്ണ് തട്ടണം. പിന്നെ കാഞ്ചീപുരം സാരി, അത് കാഞ്ചീപുരത്ത് നിന്ന് തന്നെ എടുക്കണം. അമ്പിളി, കാഞ്ചീപുരത്തേക്ക് നമ്മൾ ഒന്നിച്ചു പോകുന്നു. എന്താ? ഇന്ന് എത്ര കുടിച്ചാലും അപ്പൂട്ടൻ ഫിറ്റാവില്ല. ഇന്ന് അപ്പൂട്ടന്റെ ദിവസമാ. 5 വർഷം ഞാൻ കാത്തിരിക്കും.